ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 14 വാക്യം പ്രകാരം വായിക്കുന്നു. ഉടനെ ഫറവോൻ ആളയച്ച് ജോസഫിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് ഇറക്കി. അവർ ക്ഷൗരം ചെയ്യിച്ചു, വസ്ത്രം മാറി ഫറവോന്റെ അടുക്കൽ കൊണ്ടിച്ചു. കർത്താവ് പറയുന്നു, ചിലരെ കർത്താവ് വേഗത്തിൽ ചില പൊസിഷനിലേക്ക് വിളിച്ചു കയറ്റാൻ പോവുക. ദിവസങ്ങളായി ഒരു തെറ്റും ചെയ്യാതെ അല്ലെങ്കിൽ മാസങ്ങളായി നാളുകളായി സ്ഥിരമായി ആരോപണം കേട്ട് നിരാശപ്പെട്ടിരിക്കുന്ന ആരോട് കർത്താവ് പറയുന്നു, അതിന് അവസാനമായിട്ടോ ഇതുവരെ നിങ്ങൾ നീതിയോടെ നിന്നതിന് സ്വർഗത്തിലെ ദൈവം ഒരു വാതിൽ തുറക്കാൻ പോകും. നിനക്ക് വേണ്ടി പുതിയ വസ്ത്രം വെച്ചുകൊണ്ട് രാജാവ് നിന്നെ വിളിക്കുന്നു. നിന്റെ വസ്ത്രം ജ്യേഷ്ഠന്മാർ കീറി കാണും, നിന്റെ വസ്ത്രം പോത്തുപറിൻ്റെ ഭാര്യ എടുത്തു കാണും. ഇതാ ഒരു പുതിയ മേൽത്തരമായ അങ്കി, രാജവസ്ത്രം. ഇന്ന് ഞാൻ സംസാരിക്കും വേണ്ടി ആത്മാവൊരു ശബ്ദം കേൾക്കുന്നു. പിറകിൽ, ജോസഫിൻ്റെ പിറകിൽ കാരാഗൃഹവാതിൽ, ആരോപണത്തിൻ്റെ വാതിൽ എന്നേക്കുമായി അടയുകയാണ്. നിങ്ങൾ തിരിഞ്ഞു നോക്കി പറയാൻ കഴിയുക പറയണം. ഒന്ന് നോക്കിയിട്ട് പറയണം, എൻ്റെ നിരാശയുടെയും ആരോപണത്തിൻ്റെയും നിന്ദയുടെയും കാലം ദാ ഈ കാരാഗൃഹം അടഞ്ഞതുപോലെ അടയുകയാണ്. അടുത്ത വാക്യം എടുത്തു പറയണം, രാജകൊട്ടാരങ്ങളുടെ വാതിലുകൾ തുറക്കുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നു. ഇന്ന് ആരുടെയൊക്കെയോ മുന്നിൽ രാജ്യങ്ങളുടെ എമിഗ്രേഷൻ വാതിലുകൾ തുറന്നു വരുന്നു. ചില ആളുകളുടെ അടുക്കിലേക്ക് ഇന്ന് സ്വർഗത്തിലെ ദൂതന്മാർ ഇറങ്ങി വരുന്നു. നിങ്ങളുടെ എമിഗ്രേഷൻ അൺലോക്ക് ചെയ്യുന്ന, എമിഗ്രേഷൻ്റെ യെല്ലോ ലൈൻ ക്രോസ് ചെയ്യിക്കുന്ന, നിങ്ങളെ ചിലയിടത്ത് എത്തിക്കേണ്ട ആളുകളെ സ്വർഗം അയക്കുകയാണ്. ചിലരെ അയച്ചു, അവർ വന്നു, നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു. നിന്നെ ദൈവം ആക്കി വെച്ചൊരു പൊസിഷനുണ്ട്. നിനക്ക് ദൈവം തന്ന സ്വപ്നമുണ്ട്. ചാരത്തിൽ നിന്നും ഫിനിക്സ് പക്ഷിയെ പോലെ ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കുക കേട്ടോ. ഫിനിക്സ് പക്ഷി ഒരു സാങ്കല്പിക പക്ഷിയാണ്. പക്ഷെങ്കിൽ എല്ലാം തീർന്നു എന്ന് പറഞ്ഞിടത്തുന്ന ജോസഫിനെ ജയിലിൽ അടച്ച് അട്ടഹസിച്ച നരകത്തിൻ്റെ മുന്നിൽ ഒരു ശബ്ദം ദൈവം തന്നെ വിളിപ്പിക്കുകയാണ് ഫറവോനെ കൊണ്ട്, ഒരു സ്വപ്നം കൊണ്ട്. ചിലർക്ക് ഈ ദിവസങ്ങളിൽ ദൈവം സ്വപ്നം തരാൻ പോകുന്നു, ദർശനം തരാൻ പോകുന്നു. നിങ്ങളെപ്പറ്റിയുള്ള ദർശനം ചില കൊടുക്കാൻ പോകുന്നു. കൊർന്നേലിയോസിൻ്റെ അടുക്കൽ ഒരു ദർശനം കൊർന്നേലിയോസ് കാണുകയാണ്, അല്ലെങ്കിൽ നേരിട്ട് കാണുകയാണ്. ഒരു ദൂതൻ വരുന്നു ദൈവം അയച്ചിട്ട്. ചിലടത്ത് ദൂതന്മാർ വരും, ചിലരെ ആളുകൾ അയക്കുന്നു. നിങ്ങളുടെ നിയോഗത്തിൻ്റെ സമയമായതുകൊണ്ട് നിങ്ങളെ ജയിലുകൾ അടച്ച്, നിന്ദകൾ അടച്ച്, ദാരിദ്ര്യം അടച്ചിട്ട് നിങ്ങളെ പ്രോസ്പറാക്കുന്ന, ആദരിക്കുന്ന ഒരു പൊസിഷനിലേക്ക് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അയക്കുകയാണ്. ചേട്ടന്മാർ കീറിക്കളഞ്ഞത്, ബന്ധക്കാർ കീറിക്കളഞ്ഞത്, കൂട്ടുകാർ തകർത്ത് കളഞ്ഞ പേരുണ്ടല്ലോ, ആ പേരിന് പകരം പുതിയൊരു പേര് തന്ന്, പുതിയൊരു സ്ഥാനം തന്ന് നിന്നെ മേലധികാരിയാക്കാൻ പോവുകയാണ്. ശുശ്രൂഷയിൽ ആയിരിക്കുന്ന ദൈവദാസന്മാർ പ്രത്യേകിച്ചൊരു ദൂത് പറയട്ടെ, നിങ്ങളൊരു അപ്പോസ്തോലിക പ്രമോഷൻ്റെ കാലത്ത് എത്തിക്കഴിഞ്ഞു. നിന്ദകളുടെ കാലം കഴിഞ്ഞു. ഒരു പ്രാവചനിക കാലം തുറക്കുകയാണ്. പ്രൊഫറ്റിക്കൽ പ്രൊമോഷൻ എത്തിക്കഴിഞ്ഞു. ഹീലിംഗ് ഡെലിവറൻസ് മിനിസ്ട്രിയുടെ കാലം എത്തിക്കഴിഞ്ഞു. അതിനുവേണ്ടി നിങ്ങളെ തന്നെ ഒരുക്കുക. നിങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ച് ഒരുങ്ങുക. എൻ്റെ സീസണായെന്ന് പറയുക, എൻ്റെ സമയമായെന്ന് പറയുക. എൻ്റെ കുണ്ടറകളെ തുറന്ന് സ്വർഗം എന്നെ പുറത്തു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ദർശനത്തിന് വെച്ച അവധി കഴിഞ്ഞിരിക്കും. ഞാൻ അതിലേക്ക് സമാപ്തിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ചിലരെ ചില രാജ്യങ്ങളിലേക്ക് കർത്താവ് അയക്കുമെന്ന് പറയാൻ പറയുന്നു. ചിലരെ ചില ജോലിയുടെ വാതിലുകൾ തുറക്കുന്നു. ചിലർക്ക് മിനിസ്ട്രിയുടേതായിരിക്കും, ചിലർ ബിസിനസ്സിനായിരിക്കാം. എന്തോ അസാധാരണമായ ഒരു കരുണയും ഒരു ദയയും ഒക്കെ വെളിപ്പെട്ടു വരുന്നൊരു പുതിയ സീസൺ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.